സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 22 മുതൽ അധ്യാപന ബഹിഷ്കരണത്തോടെ ആരംഭിക്കുന്ന സമരം ഫെബ്രുവരി മുതൽ OP ബഹിഷ്കരണത്തിലേക്കും ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുന്ന രീതിയിലേക്കും വ്യാപിക്കും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. ജനുവരി 22 മുതൽ സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കും. തുടർന്ന് ഘട്ടം ഘട്ടമായി സമരം ശക്തമാക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 2-ാം തീയതി മുതൽ അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണവും തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരണവും ആരംഭിക്കും. അടിയന്തര ചികിത്സ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കാനാണ് KGM-CTA തയ്യാറെടുക്കുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയും വാഗ്ദാന ലംഘനങ്ങളും പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് ആരംഭിക്കുന്നത്. മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായി നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ കാര്യത്തിൽ സർക്കാർ വഞ്ചനാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക, പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് സമരത്തിന് തയ്യാറെടുക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളെ തുടർന്ന് സമരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 2026 ജനുവരി 18 സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നതെന്നാണ് KGM-CTA ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കാൻ KGM-CTA തയ്യാറെടുക്കുന്നത്. ജനം, തിരുവനന്തപുരം.